ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോ വല്ലാതെ ഭയപ്പെടുന്നില്ലേ? അയൽവാസിയെ കൊല്ലുന്ന കൂട്ടുകാര്, പഠിച്ചവനെ സ്കൂളിൽ പഠിക്കുന്നവനെ തല്ലിക്കൊല്ലുന്ന വിദ്യാർത്ഥികള്, കൂടെ പഠിക്കുന്നവനെ പോലും തല്ലിക്കൊന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതൊരു വലിയ കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും, നമുക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് ഇതൊന്നും വലിയ വിഷയമാകില്ല, അല്ലെങ്കിൽ കൂട്ടം കൂടിയിട്ട് ഒരാളെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അതൊന്നും നിലനിൽക്കില്ല എന്ന് ഒരാളെ കൊന്നിട്ട് കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയെ കൊന്നിട്ട് വളരെ നിസാരമായി പറയുന്ന ഒരു കാലഘട്ടം. പ്രായമില്ല, ചെറുപ്പമെന്നോ പ്രായമെന്നോ വ്യത്യാസമൊന്നുമില്ല. ആ വ്യത്യാസമില്ലാതെ ലഹരിയും എന്റെ പ്രിയപ്പെട്ടവരെ അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ തലമുറ എന്ന് പറയുന്നത് വല്ലാതെ ഭയപ്പെടുത്തുന്ന രീതിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ പുതിയ തലമുറ, ഈ വളർന്നു വരുന്ന യുവതലമുറ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോ വല്ലാതെ ഭയപ്പെടുന്നില്ലേ? ഉമ്മയെ കൊല്ലുന്ന മക്കള്, കാമുകിയെ കൊല്ലുന്ന ചെറുപ്പക്കാര്, അയൽവാസിയെ കൊല്ലുന്ന കൂട്ടുകാര്, പഠിച്ചവനെ സ്കൂളിൽ പഠിക്കുന്നവനെ തല്ലിക്കൊല്ലുന്ന വിദ്യാർത്ഥികള്, ഇങ്ങനെ ഭയാനകമായ വാർത്തകളിലൂടെ പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ 10 കടന്നു പോകുമ്പോ സഹോദരാ, ഖുർആൻ ഇറങ്ങിയ മാസമല്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തിന് മാർഗദർശനമായിട്ട് അല്ലാഹു ഇറക്കിയിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിനെ കുറിച്ച് പഠിക്കണം സഹോദരാ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ ഈ മാനവരാശിക്ക് സന്മാർഗത്തിന്റെ വഴിയുമായി സന്മാർഗമായി കാണിച്ചു കൊടുക്കാൻ ആ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. പകച്ചു നിൽക്കുന്ന യുവസമൂഹമേ, എന്ത് ചെയ്യണമെന്നറിയാതെ, ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങോട്ടാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന മാതാപിതാക്കളോട്, ഇന്നത്തെ വിദ്യാർത്ഥികൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ഭയത്തോടെ നിൽക്കുന്ന മാതാപിതാക്കളോട്, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനും നിങ്ങളോട് ചിലത് പറയാനുണ്ട്. ആ ഖുർആൻ ഇറങ്ങിയ റമളാനിൽ ആ ഖുർആൻ എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് കേൾക്കടാ ചെറുപ്പക്കാരാ, ഒന്ന് പഠിക്കണേ യുവത്വമേ. എന്റെ മാതാപിതാക്കള്, നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ആ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലേക്ക് മടങ്ങടോ. 1400 കൊല്ലം മുമ്പിറങ്ങിയ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ്? ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചവരുടെ ജീവിതം എത്ര മനോഹരമെന്നറിയുമോ? ഒരു മുസ്ലിം എന്ന് പറഞ്ഞാലാരാ? ഒരു മുസ്ലിം എന്ന് പറഞ്ഞാലാരാ? ഒരു മുസ്ലിമിന്റെ സ്വഭാവം എങ്ങനെയെന്നറിയുമോ? അവന്റെ വഅദ് കേൾക്കണ്ട, അവന് പൈസ കൊടുക്കണ്ട, അവൻ ഉപദേശിക്കണ്ട, അവനൊന്നും കാണിക്കണ്ട. ഒരു യഥാർത്ഥമായ മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ ഒരു മുസ്ലിമിന്റെ ജീവിതം മതിയടോ. ഏറ്റവും വലിയ ഉപദേശം ഒരു മുസ്ലിമിന്റെ ജീവിതമാണ്. അതാണ് ഒരു മുസ്ലിമിനെ നബി തങ്ങൾ ഉപദേശിച്ചല്ലോ. ഇന്ന് നമ്മൾ കാണുന്നു ഉസ്താദെ, ഇന്ന് കുറ്റകൃത്യങ്ങളുടെ കൊലപാതകങ്ങൾ, ഏതൊരു കൊലപാതകം നടത്തി കഴിയുമ്പോഴും ഒന്നാമത് പറയും 24 വയസ്സുള്ള ഈ അടുത്ത സമയങ്ങളിലായി നടന്ന കൊലപാതകങ്ങൾ നിങ്ങൾ നോക്കിക്കേ. 24-25 വയസ്സിൻ്റെ ഇടയിൽ പ്രായമുള്ളവർ. ഏതൊരു കൊലപാതകം നടന്നു കഴിയുമ്പോൾ ഉടനെ പറയും ലഹരിയാണ്, അത് കഞ്ചാവാണ്. അത് നമ്മൾ പറയുന്നൊരു മറുപടി. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ഖുർആനിന്റെ നിലപാടെന്താ? ഈ കള്ളുകുടിയും ഈ മയക്കുമരുന്നും ഈ ആവശ്യമില്ലാത്ത പണത്തിനോടുള്ള ആർത്തി, ചൂതാട്ടം, അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് പരിശുദ്ധമായ ഖുർആനിന്റെ സമീപനം എന്തായിരുന്നു? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പിറങ്ങി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ
ആ ഖുർആനിന്റെ നിലപാട് എന്തായിരുന്നു? അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ നിലപാടെന്താ? പള്ളവടെ പടച്ചവനെ കള്ളു കുടിക്കലും വ്യഭിചരിക്കലും ചൂതാട്ടവും വൃത്തികെട്ട സ്വഭാവങ്ങൾ, ഇതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ 1400 കൊല്ലം മുമ്പ് പറയുകയാണ്. ഇതൊക്കെ ശൈത്താനിന്റെ സ്വഭാവമാണ്, ഇത് വൃത്തികെട്ട സ്വഭാവമാണ്. കള്ളു കുടിക്കുന്നതും ആവശ്യമില്ലാത്ത ദുസ്വഭാവങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വലിയ പാപമാണത്, മോശമായ സ്വഭാവമാണ്. ആരോടാ പറയുന്നതെന്നറിയുമോ? പടച്ചവനെ വൈകിട്ട് പണി കഴിഞ്ഞു വന്നിട്ട് അതാ അന്ന് കിട്ടിയ ശമ്പളം ഷെയർ ചെയ്തിട്ട് ബീവറേജിന്റെ മുമ്പിൽ ക്യൂ നിന്ന് വാങ്ങുന്നവനോടല്ല. ഇതാരോടാ പറയുന്നതെന്നറിയോ? അല്ലാഹുവേ, അതാ വാപ്പമാര് മരിക്കുന്ന സമയത്ത് മക്കളോട് പറയുമായിരുന്നു. ഏത് കാലഘട്ടത്തിലാണ് ഈ ആയത്തിറങ്ങുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുന്നത് ഏത് കാലഘട്ടത്തിലെന്നറിയോ? വാപ്പ മരിക്കുമ്പോ മരിക്കാൻ കിടക്കുന്ന വാപ്പ മക്കളോട് പറയുമായിരുന്നു, മോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറിന്റെ മുകളിൽ നിങ്ങളൊരു മുന്തിരി തൈ നടണേ, ഒരു മുന്തിരി മരം വേണം എന്റെ കബറിന്റെ മുകളിൽ നടാൻ. കാരണം എന്തെന്നറിയോ? ആ മുന്തിരിയുടെ വേരുകൾ എന്റെ കബറിലേക്ക് മണ്ണിനടിയിലേക്ക് വരുമ്പോ പടച്ചവനെ മണ്ണിലലിഞ്ഞു കിടക്കുന്ന എന്റെ തലച്ചോറിലെ വളത്തിലൊക്കെ ആ മുന്തിരി തൈയുടെ അതാ അംശം പിടിക്കുമല്ലോ. കാരണം പടച്ചവനെ മുന്തിരിയിൽ നിന്ന് കള്ളുണ്ടാക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറിന്റെ മുകളില് മുന്തിരി തൈ വേണം, നടണമെന്ന് ജീവിച്ചിരിക്കുമ്പോ മക്കളോട് വസിയത്ത് ചെയ്യുന്ന അത്രത്തോളം കള്ളിനോട് അടിമകളായി കിടന്ന ഒരു ജനതയോടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവരതിൽ നിന്ന് പിന്തിരിയാ തയ്യാറായി. എത്രയോ കള്ളുകുടിയന്മാര് നന്നായല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, അവരെ നന്നാക്കിയത് ഖുർആനല്ലേ ചെറുപ്പക്കാരാ? അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഖുർആനാടാ. ഒന്ന് ഓതി നോക്കടാ മോനെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമൊന്ന് കൈകൊണ്ടെടുക്കടാ മോനെ. എന്നിട്ടൊരായത്തിന്റെ അർത്ഥമെങ്കിലും നീ ഒന്ന് വായിച്ചു നോക്ക്, മാറ്റം വരുമടാ പൊന്നുമോനെ. അതല്ലാഹുവിന്റെ കലാമാ, അതല്ലാഹുവിന്റെ കലാമാ. പക്ഷേ തൊടാറില്ലല്ലോ, എടുക്കാൻ പേടിയല്ലേ? നമുക്ക് നിസാരമാണോ? ആ ഖുർആനിന്റെ വിലയറിയുന്നില്ല, ആ ഖുർആനിന്റെ മഹത്വം അറിയുന്നില്ല, ആ ഖുർആനിന് നമുക്ക് പേടിയില്ല, ആ ഖുർആനിനെ ഭയപ്പെടണം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ്. ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്നു വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു. അതാണ് ഖുർആൻ. അത്രത്തോളം ഭയപ്പെടണം, അത്രത്തോളം ഭയപ്പെടണം. ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടുകഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം വരികയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഖത്താബിന്റെ മകൻ ഉമർ ആരായിരുന്നെന്നറിയുമോ? ഖത്താബിന്റെ മകൻ ഉമർ ആരായിരുന്നെന്നറിയോ? പടച്ചവനെ, അത്രത്തോളം മതപതനത്തിന്റെ അടിത്തട്ടിൽ ജീവിച്ച ചെറുപ്പക്കാരനാണ് ഖത്താബിന്റെ മകൻ ഉമർ. പേടിയാടോ, എല്ലാവർക്കും പേടിയാടോ. തന്റെ കയ്യിലിരിക്കുന്ന കത്തിക്ക് മൂർച്ചയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് അടുത്തവന്റെ വയറ്റിൽ കുത്തിയിട്ടാ. അതുപോലെ ജീവിതം നയിച്ച ഉമർ കുട്ടികൾക്ക് വരെ പേടിയാണ്. പാല് കുടിക്കാത്ത മക്കളോട് ഉമ്മ പറയും, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്. പേടിച്ചുകൊണ്ട് ആ കുട്ടികൾ പോലും പാല്
പാല് കുടിക്കുമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരേ ഒരു ഉദാഹരണം മതി. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അയൽവാസിയോട് ഒരു മനുഷ്യൻ പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. മുഹമ്മദിനെ കൊല്ലാൻ പോയ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുവോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും. എന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ഈ കഴുത അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. അത്രത്തോളം മോശമായ ജീവിതം നയിച്ച സ്വഹാബിയ. പക്ഷേ ഒരേ ഒരായത്ത് ത്വഹ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ത്വഹ എന്ന് പറയുന്ന അധ്യായം തന്റെ സഹോദരി പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ്. തന്റെ കൂടപ്പറപ്പിനെ കൊല്ലാൻ അല്ലാഹുവേ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ സഹോദരി ഫാത്തിമ ഇരുന്നിട്ട് സൂറത്ത് ത്വഹ പാരായണം ചെയ്യുകയാ. ആ സൂറത്തങ്ങ് കേട്ടപ്പോ അതാ തന്റെ വീടിന്റെ അകത്ത് കയറിയിട്ട് തന്റെ സഹോദരിയെ തല്ലിച്ചതയ്ക്കുകയാണ്. തന്റെ ശരീരം മുഴുവനും രക്തമൊലിച്ചുകൊണ്ട് അതാ തന്റെ പ്രിയപ്പെട്ട ഫാത്തിമയതാ തളർന്നു കിടക്കുമ്പോ എത്രയൊക്കെയാണെങ്കിലും സഹോദരിയാണല്ലോ, തന്റെ കൂടപ്പറപ്പാണല്ലോ. തല്ലിയിട്ട് രക്തം വരുന്നത് കണ്ടപ്പോ ഉമറിന്റെ മനസ്സൊന്ന് ശാന്തമായി. ഉമർ തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഫാത്തിമ നീ എന്തേ ഇവിടെ പാടിക്കൊണ്ടിരുന്നത്? നീ എന്തേ ഇവിടെ പാടിക്കൊണ്ടിരുന്നത്? അവിടെന്ന് പറഞ്ഞു, ഞാൻ പാടിയതല്ല, അള്ളാന്റെ ഖുർആൻ ഓതിയതാണ്. ഒന്നോതുമോ ഫാത്തിമ? ഫാത്തിമ എവിടെന്ന് പാരായണം ചെയ്തു. ഉമർ തങ്ങൾ പറഞ്ഞു, ആ പുസ്തകം എനിക്കൊന്ന് തരുമോ? ഈ വൃത്തിയില്ലാതെ തരൂല, പോയി കുളിച്ച് റെഡിയായിട്ട് വാ. പടച്ചവരെ, ആ ഖുർആനിന്റെ ആയത്തങ്ങ് വായിച്ചപ്പോ കാട്ടാളനായ ഉമർ, നബി തങ്ങളുടെ തലയെടുക്കുമെന്ന് ശപഥം ചെയ്തിട്ട് പോയ ഉമർ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നിബിതങ്ങളുടെ വീട്ടിലേക്ക് അള്ളാന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുമ്പോ സ്വഹാബത്ത് പേടിച്ചു പോയടോ. സ്വഹാബത്തിൽ പലരും പേടിച്ചു പോയി. വരുന്നത് ഖത്താബിന്റെ മകൻ ഉമറാ. ഒരാൾക്ക് പോലും ഉമറിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ ധൈര്യമില്ല. സഹാബത്തിന്റെ പലരുടെയും കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. ഉമർ തങ്ങൾ കടന്നു വരുമ്പോ മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബി ഉമറിനെ തടയുകയാ. ഉമറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാള് തടയുന്നത്. ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമറിനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഉമറേ, മുസ്ലിമാകാമെന്നതാണെങ്കിൽ നിനക്ക് ഇതിനകത്ത് കേറാ. ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമാകാമെന്നതാണെങ്കിൽ നിനക്ക് കേറാ. അല്ല, ഞങ്ങളുടെ മുത്തുനബിയെ എന്തെങ്കിലും ചെയ്യാമെന്നതാണെങ്കിൽ നിന്നെ ജീവനോടെ ഞാൻ വിടില്ല ഉമറേ. എന്റെ പ്രിയപ്പെട്ടവര്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് ഒരു അവസരത്തിൽ അവിടെന്ന് ചോദിച്ചു, ഹംസ, ഈ ധൈര്യം നിനക്ക് എവിടെന്ന് വന്നു? ഈ ധൈര്യം നിനക്ക് എവിടെന്ന് വന്നു? എന്നെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നോ? പേടിച്ചു പോയെന്ന് ഉമർ തങ്ങൾ പോലും അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, ആ ഉമറിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഖുർആനാ. ഒരായത്താ സഹോദര. ആ ഖുർആനിന്റെ ആയത്തുകൾ എത്രയോ കേൾക്കുന്നവരാണ്, എത്രയോ പാരായണം ചെയ്യുന്നവരാണ്. എന്തേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? എന്തേ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ കലാമല്ലേ, അല്ലാഹുവിന്റെ ഖുർആനല്ലേ, എന്തേടാ മോനെ നന്നാകാൻ പറ്റാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉമ്മമാര് വല്ലാതെ ഭയപ്പെടണം. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മക്കള് മാതാപിതാക്കളെ കൊല്ലാൻ തിരഞ്ഞെടുക്കുന്ന കാലം. വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ തലമുറ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല.
എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തലമുറയ്ക്ക് മരണവും ഖബറും നരകവും പരലോകവും മസറയൊന്നും വിശ്വാസമില്ലാതെ പോകുന്ന ഒരു കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന നമുക്ക് മരണവും ഖബറും പരലോകമെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ കടന്നു പോകേണ്ടവരാണെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളും കഞ്ചാവും ലഹരിയും മയക്കുമരുന്നും അതിനൊക്കപ്പുറം നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ആ അടിസ്ഥാനമായ ശിലകളായ കാര്യങ്ങളെ കുറിച്ച് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനാ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഉറൽ ഇസ്ലാമു വഖവാഇദുദ്ദീൻ സലാസതു അലൈഹിന്ന ഉസ്സിസൽ ഇസ്ലാം മൻ തറക മിൻഹുന്ന വാഹിദൻ ഫഹുവ ബിഹാ കാഫിറുൻ ഹലാലുദ്ദീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലകളുണ്ടല്ലോ, അത് 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ, ആ 3 കാര്യങ്ങളെ നിസാരമാക്കി കഴിഞ്ഞാൽ പടച്ചവനെ അവനതാ കാഫിറായി പോവുകയാണ്, ഇസ്ലാമിന്റെ പുറത്തായി പോവുകയാണ്. ആ 3 കാര്യങ്ങൾ നബിതങ്ങൾ എണ്ണി പറയുകയാ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ശിലകളെ കുറിച്ച് എണ്ണി പറയുമ്പോ നിബിധങ്ങൾ എണ്ണി പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഇതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ, ഇതിനെ നിസാരമാക്കി കളഞ്ഞാൽ അവന് കുഫറിലേക്ക് പോവുകയാണ്. അതിലെ ഒന്നാമത്തെ കാര്യം അല്ലാഹുവിൽ വിശ്വാസമില്ലാതെ വരിക. അല്ലാഹുവിനെ വിശ്വാസമില്ലാതെ വരിക. പടച്ചവനെ ആരാധനയ്ക്കിറങ്ങാൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല. പടച്ചവനെ ആ അല്ലാഹുവിൽ വിശ്വാസമില്ലാതെ വന്ന അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വസ്സലാത്തുൽ മഖ്തൂബ, 5 വഖത്ത് നമസ്കാരം, 5 വഖത്ത് നമസ്കാരം. പടച്ചവനെ മൂന്നാമതായിട്ട് നബി തങ്ങൾ പറയുന്നു, വസൗമു റമളാൻ മാസത്തിലെ നോമ്പുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ യുവതലമുറ പറയുകയാണ്, നിസ്കാരം നമുക്കുള്ളതല്ല, അത് പ്രായമുള്ളവർക്കാണ്, അത് ഉസ്താദന്മാർക്കുള്ളതാണ്. നമ്മൾ പടച്ചവനെ നോമ്പ് പിടിച്ച് നടക്കേണ്ടവരല്ല, നിസ്കരിച്ച് നടക്കേണ്ടവരല്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. പടച്ചവനെ കളിയാക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ നിസാരമായി പറയുകയാണ്. പടച്ചവനെ റമളാൻ മാസത്തിൽ 30 ദിവസം നോമ്പ് പിടിക്കാൻ സഹോദരാ, പരിഹസിക്കുന്നവരില്ലേ, പരിഹസിക്കുന്നവരില്ലേ, നോമ്പ് പിടിക്കാതെ നടക്കുന്നവരില്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനെ നിസാരമാക്കി കഴിഞ്ഞാൽ അവന് കുഫറിലേക്ക് മടങ്ങുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ? ഇന്നത്തെ യുവതലമുറ കള്ളും കഞ്ചാവും മയക്കുമരുന്നിനപ്പുറം നമ്മൾ ഭയപ്പെടേണ്ട ഒരു വിഷയമുണ്ടോ? ഇന്നത്തെ യുവതലമുറയ്ക്ക് അല്ലാഹുവിനെ വിശ്വാസമില്ല, ദീനിന്റെ നിയമങ്ങളിൽ വിശ്വാസമില്ല, ശരീഅത്തിന്റെ നിയമങ്ങളിൽ വിശ്വാസമില്ല, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവർക്ക് വിശ്വാസമില്ല. അവര് പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ, ഈ ജീവിക്കുന്ന കാലം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ്. ഈ ഉസ്താദന്മാര് വിദ്യാഭ്യാസമില്ലാത്തവരോട് ഓരോന്നും പറഞ്ഞ് കെട്ടുകഥകൾ പറഞ്ഞ് അവരെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് പോലെ വിദ്യാഭ്യാസമുള്ള കഴിവുള്ള ഞങ്ങളോട് പറഞ്ഞ, എന്തിനാ ഉസ്താദേ ഇങ്ങനെ തെള്ളുന്നത്? സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ, ഖബറിനെ കുറിച്ച് പറയുമ്പോ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകത്തെ കുറിച്ച് പറയുമ്പോ ഇന്നത്തെ യുവതലമുറ ചോദിക്കുകയാണ്, ഇന്ന് വിദ്യാഭ്യാസം കൂടിയ മക്കളോട്, മക്കളെ നിന്റെ വീട്ടിൽ അടുപ്പിനകത്ത് കത്തുന്ന തീയുണ്ടല്ലോ, അത് നരകത്തിലെ തീയുടെ 70% എന്ന് പറഞ്ഞു കൊടുത്ത ആ പറഞ്ഞവന്റെ മുഖത്ത് നോക്കുകയാ.
അവർക്കൊരു പുച്ഛമാടോ, അതവർക്ക് നിസാരമാടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് കൊണ്ട് കുടിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ 3 ദിവസം കഴിഞ്ഞ വയറ് പൊട്ടുമല്ലോ, കവള് പൊട്ടുമല്ലോ. അതാ പടച്ചവനെ, 1 മാസം കഴിഞ്ഞ ശരീരം മുഴുവനും മണ്ണിലേക്ക് അരിയുമല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നത്?